ഹലോ ഫ്രണ്ട്സ്, വെൽക്കം പപ്പിക്കുട്ടി വെൽക്കം. അങ്ങനെ ഫേസ് 4 ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ചാഡ്വിക് ബോൾസ്മാന് വലിയ ട്രിബ്യൂട്ട് കൊടുത്തു തന്നെ ബ്ലാക്ക് പാന്തർ റിലീസായി. ഈ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഇറ്റ് വാസ് ഇമോഷണൽ. നമ്മുടെ ചാഡ്വിക്കിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിബ്യൂട്ടാണ്. തനിക്ക് പകരം മറ്റൊരാൾ, അതത്ര എളുപ്പമല്ല. പിന്നെ ഇത് ഡിസപ്പോയിന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിസപ്പോയിന്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ട്രിബ്യൂട്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് അടുത്തൊരു ഫേസിലോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ലെവലേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഫേസ് 4 ഈ വർഷം റിലീസ് ആയതിൽ വെച്ച് കുറച്ചും കൂടെ ഭേദമാണ് ഇത്. അതുകൊണ്ട് പൈസ മുടക്കി തിയേറ്റർ എക്സ്പീരിയൻസിന് കുറച്ച് കുഴപ്പമില്ലാത്തതാണ്. പിന്നെ എന്തായാലും ഈ വീഡിയോയിൽ ഈ സിനിമ എങ്ങനെ ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സീനുകളൊക്കെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സ്പോയിലേഴ്സ് കാണും. അതുകൊണ്ട് സിനിമ കാണാത്തവര് ഇപ്പോൾ തന്നെ വണ്ടി വിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. പിന്നെ ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയുവാണെങ്കിൽ മൂവിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള USA റിസർച്ച് ടീമും അല്ലാൻ്റെ സോഷ്യലിലും വൈബ്രേനിയം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി റേറി വില്യംസ് ഉണ്ടാക്കിയ വൈബ്രേനിയം ഡിറ്റക്ടർ യൂസ് ചെയ്താണ് ഈ ടീമിനെ ലീഡ് ചെയ്തത് വാട്ടിഫിലെ ബ്ലാക്ക് വിഡോയുടെ വോയിസ് ആക്ട്രസ് ലെഗ് ബില്ലാണ്. നെയ്മറിന്റെ ആർമി അറ്റാക്ക് ചെയ്തപ്പോൾ ചെയ്യാൻ നേരത്തെ ഹെലികോപ്റ്ററിൽ കയറി എസ്കേപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ നെയ്മർ ഓഷനിലേക്ക് ക്രാഷ് ചെയ്യും. പക്ഷെ ലെഗ് ബില്ലിന്റെ ക്യാരക്ടർ മരിച്ചോ എന്ന് ബോഡി കാണാതെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ വാണ്ടയുടെ കാര്യം പറഞ്ഞതുപോലെ. പിന്നെ ഏജന്റ് റോസ് വക്കാണ്ടയെ ഹെൽപ്പ് ചെയ്തതിന് വാലന്റീന അവനെ അറസ്റ്റ് ആക്കും. പിന്നെ വാലന്റീനയെ ലാസ്റ്റായിട്ട് കാണാൻ കഴിഞ്ഞത് ബ്ലാക്ക് വുഡോയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ അകത്താണ്. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ അകത്ത് എലീനയ്ക്ക് ഹോക്കയെ കൊല്ലാൻ വേണ്ടിയുള്ള അസൈൻമെന്റ് കൊടുക്കാൻ വേണ്ടി വന്ന രീതിയിലാണ് കാണിച്ചത്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കുത്തിക്കരപ്പൊക്കെ ഹോക്കയ്ക്ക് എതിരെ കൊടുത്തിട്ടാണ് പോയത് അവള്. അതിനുശേഷം വക്കാണ്ട ഫോറവറിന്റെ സെറ്റ് ഫോട്ടോയ്ക്കകത്ത് മേഡോ ഹൈഡ്ര കാണാൻ കഴിഞ്ഞതാണ്. അപ്പഴേ പ്രതീക്ഷ ഇവളൊരു കീമിയോ റോളിൻ്റെ അകത്ത് അതുപോലെ തന്നെ കാണാൻ കഴിഞ്ഞു. പിന്നെ എന്താണെങ്കിലും ഏജന്റ് റോസിനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ ഓക്കിയ വന്ന് രക്ഷിക്കും. പിന്നെ ഓക്കിയ ബേസ് ചെയ്ത് ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ വരുന്നുണ്ട്. അതിലും ഏജന്റ് റോസിനെ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതായാലും അതിനു മുമ്പ് തന്നെ സീക്രട്ട് ഇൻവെൻഷനിൽ കാണാൻ കഴിയും. പിന്നെ ഒരു കാര്യം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് പോയത്. അതെന്തായാലും മാർവിള് അങ്ങനെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വേറെ എന്താ, മാർവിളിന്റെ സ്ഥിരം ക്ലീൻ ഷേവ് തന്നെ, വില്ലനെ നല്ലവനാക്കുന്ന പരിപാടി. ഇങ്ങനെ തന്നെ എല്ലാ വില്ലന്മാരെ ഇവരെ നല്ലവരാക്കുവാണെങ്കിൽ സത്യം പറഞ്ഞ ആരാ ഇപ്പോൾ വില്ലൻ ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. പിന്നെ എന്തായാലും നെയ്മർ അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വക്കാണ്ടോട്ട് ഫൈറ്റ് ചെയ്യാൻ. പിന്നെ എടുത്തു പറയേണ്ടതാണ്, അൻഹാട്ടിനെ ആക്ച്വലി ഈ പടത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അവൾക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഒരു മിഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ് അവളെ ഈ പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മിഷൻ വല്ല ഗവൺമെന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ അയൺഹാർട്ടിന്റെ ഷൂട്ടൊക്കെ കൊണ്ടുവന്ന് ബഡ്ജറ്റ് കൂട്ടിയെന്നേ ഉള്ളൂ. പിന്നെ വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഷൂട്ട് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്ക്. പിന്നെ ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്നി പ്ലസ് ഷോയിൽ കാണാൻ പോകുന്നത്. പിന്നെ ഏതായാലും മൂവിയിൽ ടീജാലയ്ക്ക് ഏതോ അൺനോൺ ഡിസീസ് കാരണമാണ് മരിച്ചതായിട്ടാണ് കാണിച്ചത്. പക്ഷെ എന്ത് ഡിസീസ് ആണെന്ന് പോലും മാർവലിന് അറിയത്തില്ല. അതാണ് രസം. പിന്നെ എന്താണെങ്കിലും മാർവൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാരണം കിട്ടുമ്പോൾ റിവീൽ ചെയ്യുമായിരിക്കും. പിന്നെ നെയ്മറിന്റെ DNA ഉപയോഗിച്ച് ഹെർബ് ഉണ്ടാക്കും. വക്കാണ്ടയുടെ റിച്വൽ അക്കോർഡിംഗ് ശൂരി അങ്ങ് ആൻസിസ്റ്റർ ഫ്ലെയിമിലേക്ക് പോകുമ്പോൾ തീജാല പോലും തിരിഞ്ഞു നോക്കിയില്ല. അതിനുള്ള ദേഷ്യം അവൾക്കുണ്ട്. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കിൽമോങ്കർ തിരിഞ്ഞു നോക്കും. പിന്നെ ആൻസിസ്റ്റർ ഫ്ലെയിമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശൂരിക്ക് ബ്ലാക്ക് പാന്തറിന്റെ പവേഴ്സും കിട്ടും. പിന്നെ ശൂരി ക്യൂനോ ആകും, മക്കാബു രാജാവാകും വക്കാണ്ടയിലെ. പിന്നെ ശൂരി ബ്ലാക്ക് പാന്തറിന്റെ റോള് നല്ലപോലെ മാനേജ് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ശൂരി ബ്ലാക്ക് പാന്തറുമായിട്ട് സെറ്റ് ആകാത്തത് പോലെയാണ് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ. പിന്നെ ഇതൊക്കെ ഒന്ന് മൂടി മറയ്ക്കുന്നത് പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ശൂരി തീജാലയുടെ ഫ്യൂണലിൽ ഇട്ട ക്ലോത്ത് കത്തിച്ച് മൂവ് ഓൺ ആകും. അപ്പോൾ നാക്കിയ ഒരു കുട്ടിയെ കൊണ്ട് വരും. ഈ കുട്ടി മറ്റാരുമല്ല ടീജാലയുടെയും നാക്കിയുടെയും ആണ് എന്ന് ശൂരിയോട് റിവീൽ ചെയ്യും. പിന്നെ ഇതും കൂടെ റിവീലാകും. ടീജാലയുടെയും നാക്കിയുടെയും സീക്രറ്റ് ആകെ അറിയാവുന്നത് റമോണ്ടയ്ക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ശൂരിക്കും അറിയാം. പിന്നെ ടീജാല അവന്റെ മകനെ ഹൈഡ് ചെയ്തത് റോയൽ ലൈഫും വക്കാണ്ട ലൈഫിൽ നിന്ന് നീക്കി നിർത്താൻ വേണ്ടിയാണ്. ആൻഡ് ഇതിനുള്ള റീസൺ ആണ് അവൻ ആഗ്രഹിച്ചത് അവന്റെ മകൻ ലൈഫ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയും പിന്നെ ബ്ലാക്ക് പീപ്പിൾസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം അവന്റെ മകന്റെ പേരും റിവീലാകും ടീജാല. പിന്നെ ഇത് കണ്ടിട്ട് മാർവൽ ചാഡ്വിക്കിന്റെ ടീജാലയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് അവനെ കൊണ്ടൊന്നും ഇനി നടക്കാത്ത കൊണ്ട് എന്റെ മകനെ വെച്ചുകൊണ്ട് തന്നെ പ്ലാൻ കണ്ടിന്യൂ ചെയ്യാൻ ആണെന്ന് തോന്നുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പിന്നെ എത്രയൊക്കെയുള്ള ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള സീനുകൾ. പിന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നെ ഈ ഫാമിലിയുടെ അംഗമാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ വിട്ടോ, ടാറ്റാ, ബൈ ബൈ, സീ യു. In my culture, death is not the end. No woman, no cry. It's more of a
stepping off point.